കപ്പിൾസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെയാണ്, നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോഫി ഉണ്ടാക്കാം. ഇതാണ് ഡാൽഗോണ കോഫിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് ഡാൽഗോണ കോഫി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ബ്രൂ നെസ്കഫെ അങ്ങനെ എന്തിൻ്റെ വേണേലും എടുക്കാം. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ വേണം എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ വേണ്ടത് വെള്ളം ഇച്ചിരി ചൂടുള്ള വെള്ളം തന്നെ വേണം. പിന്നെ തിളപ്പിച്ചാറിയ പാൽ, മിക്സ് ചെയ്യാൻ ഒരു കപ്പും ഒരു സ്പൂണും. ബിസ്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇളക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ബിസ്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്പൂണും കപ്പും എടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഡാൽഗോണ കോഫി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈക്വൽ പ്രപ്പോർഷനിലാണ് എടുക്കുന്നത്. ഫസ്റ്റ് എടുക്കുന്നത് നമ്മൾ ബ്രൂ പൗഡറാണ്. ഇത് 2 സ്പൂൺ നമ്മൾ എടുക്കുന്ന ആ സ്പൂണിൻ്റെ അളവിന് തന്നെ വേണം എല്ലാ സാധനവും അളന്നൊഴിക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിലിപ്പം ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിന് വ്യത്യാസം വരുത്തിക്കണം. പക്ഷേ ഈക്വൽ പ്രപ്പോർഷൻ വേണം എടുക്കാൻ. ഇനി 2 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ചെറു ചൂട് വെള്ളമാണ്. അതും 2 സ്പൂണ് തന്നെ ഈക്വൽ എമൗണ്ട് ആഡ് ചെയ്യും ആ കപ്പിലോട്ട്. നമുക്കിനി നല്ലതായിട്ട് ഇളക്കണം. ഇളക്കുന്ന പ്രോസസ്സ് കുറേ നേരം പിടിക്കും. ഒരു 2 to 3 മിനിറ്റ്സ് എങ്കിലും എടുക്കും. ഇത് നല്ലതായിട്ടൊന്ന് പതഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല പതഞ്ഞ് ഫോമായിട്ട് വരും. ചെറുതായിട്ട് പതഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. ഏകദേശം 1 മിനിറ്റോളം നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് പതഞ്ഞ് വന്നു. പക്ഷേ ഇതല്ല നമ്മുടെ കൺസിസ്റ്റൻസി. കുറച്ചുകൂടെ നല്ല തിക്കാവാനുണ്ട്. നല്ല പതഞ്ഞ് സ്പൂണിൽ തന്നെ തങ്ങി നിൽക്കുന്ന കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നല്ല തിക്ക്, നിങ്ങൾക്ക് നോക്കാം, ക്രീം പോലെ ആയിട്ടുണ്ട്. സ്പൂണിൽ നിന്ന് വിട്ട് വരാൻ നല്ല പാടായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വിട്ട് വരുന്നില്ല. അതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. കുറച്ച് സമയം പിടിക്കും ഇതിന്. ഒരു 5-6 മിനിറ്റ് എങ്കിലും എടുക്കും നല്ലപോലെ മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വരാനായിട്ട്, ക്രീമി അവസ്ഥയിലാവാൻ വേണ്ടി. ഇനി ഇതിന് നമുക്ക് ഡാൽഗോണ കോഫി ആക്കാം. എങ്ങനെയാണെന്ന് നോക്കാമേ. നമ്മൾ തിളപ്പിച്ചാറി വെച്ച പാലാണ്. അതൊരു 3/4 ഭാഗത്തോളം ഒഴിക്കണം. നിങ്ങൾക്കിപ്പോൾ കോൾഡ് കോഫി ആയിട്ടാണ് കുടിക്കാൻ താല്പര്യമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം. ഞങ്ങൾക്ക് കോൾഡ് കോഫിയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പാൽ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഈ കോഫിയുടെ ഇതിടുക. ഫോം. ഇതാണ് നമ്മുടെ ഡാൽഗോണ കോഫി. അപ്പം നമ്മുടെ ഡാൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഷുഗറിൻ്റെയൊക്കെ ക്രിസ്റ്റൽസ് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. കുടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് കുടിക്കാം.
തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഇളക്കാൻ ഇച്ചിരി സമയം എടുക്കും. നമുക്ക് മെല്ലെ ഇളക്കി കൊടുക്കാം. അപ്പം മിക്സ് ചെയ്ത ഡാൽഗോണ കോഫിയാണിത്. അപ്പം ഞാൻ ഇത് റിച്ചുവിന് കൊടുക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കുടിച്ചിട്ട് ഭയങ്കര ബോർ ഏർപ്പാടായതുകൊണ്ട് അപ്പൊ നമുക്ക് എന്റെ പരീക്ഷണ വസ്തു ഡാൽഗോണ കോഫി ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് നോക്കിയിട്ട് അഭിപ്രായം. അതല്ലേ അതിന്റെ ശരി. കൊള്ളാം കേട്ടാ, സാധനം പൊളിയാണ്. കുറച്ച് കൊടുത്തു നോക്കി. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ, അത് കുടിച്ചു നോക്കട്ടെ. അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമല്ലോ. കോഫി നല്ലതായിട്ട് ഇഷ്ടമുള്ളവർക്ക് ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടപ്പെടും. കുറച്ചുകൂടെ മധുരം ആവശ്യമാണെങ്കിൽ നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് മിൽക്കിലായാലും നമുക്ക് ആഡ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കോഫിയുടെ ആശാന നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെടും. കാരണം നല്ല ഒരു സ്വാദിഷ്ടമായ ഒരു വൈകുന്നേര സമയങ്ങളൊക്കെ നമുക്ക് ചായക്ക് പകരം ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാം. അപ്പം എല്ലാവരും കോഫിയുടെയിലൊന്നും പോയി കാശ് മുടക്കി നമുക്ക് കോഫി വാങ്ങിച്ചു കുടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മല്ലു കപ്പിൾസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് തന്നെ കുടിക്കുന്നതേ പൊളി സാധനമാട്ടാ. രക്ഷയില്ല മുതേ, രക്ഷയില്ല. പുതിയൊരു വീഡിയോയുമായി